ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊച്ചിക്കാണ്. പോകുന്ന വഴി പാലക്കാട് ഹൈവേയിൽ കയറിയ സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാടുള്ള ലുലു മാളിലൊന്ന് കയറി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും സാലഡോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ എത്തിയ സമയത്ത് നാശേട്ടന് വെജിറ്റബിൾ സാലഡാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നാശേട്ടൻ പ്രോട്ടീൻ പരമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു, ഈ കടലകൾ അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ അതിൽ ആഡ് ചെയ്തത് വെജിറ്റബിൾസ് ആയിരുന്നു. ഈ ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, ക്യാപ്സിക്കം, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പാസ്ത, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് രാശേട്ടൻ എടുത്തു. എനിക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ദൂരം എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ബില്ല് ചെയ്യേണ്ട സമയത്ത് ഞാനൊരു ലേസും കൂടെ അതിൽ ആഡ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സാണ് ആദ്യം കഴിച്ചത്. ഫ്രൂട്ട്സ് കഴിക്കാനും അതേപോലെ രാശേട്ടൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വെജിറ്റബിൾ സാലഡിൽ എത്തിയ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഒരു ചവർപ്പുണ്ടായിരുന്നു, ഓരോന്ന് സെപ്പറേറ്റ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാജേട്ടനും കൊടുക്കുന്നത് ഈ ഫ്രൂട്ട്സ് കൊടുക്കുന്ന പോലെ എനിക്ക് സാലഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രാജേട്ടൻ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളമായി. അങ്ങോട്ട് പോകാൻ മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്, പക്ഷേ കുറേ കാരണം കൊണ്ട് ഡിലേ ആയി പോയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി. എറണാകുളത്താണ് ഏട്ടൻ്റെ ഫ്രണ്ട് നിതിനേട്ടനും വൈഫ് അമ്മ ഉള്ളത്. അവരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് എറണാകുളത്തേക്ക്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.